ഹലോ മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ ടൈം ടേബിളിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും ഒരു പക്ഷേ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളുടെ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്നുള്ള കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ടൈം ടേബിൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. സംഭവം എന്താണ്? ഈ 4 സബ്ജക്ട്സ് ഹിന്ദി, സോഷ്യൽ, ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലെങ്കിൽ, നേരത്തെ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കണം, പക്ഷേ ഈ സബ്ജക്ട്സിലെ നമ്മൾ എക്സാമിൻ്റെ തലേന്നൊരു റിവിഷൻ ചെയ്യില്ലേ, ആ റിവിഷൻ ആ സർക്കസില്ലേ, നമ്മൾ ഒരു മത്സരത്തുണ്ടാവില്ല എക്സാമിൻ്റെ തലേന്ന്, അത് ഈ സബ്ജക്ട്സിനെങ്കിലും നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ പ്രശ്നമാവും. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ നോക്കി ലാംഗ്വേജ് ആണ് ഫസ്റ്റ്, ലാംഗ്വേജ് 1 ആണ് ഫസ്റ്റ് എക്സാം, ഉച്ചയ്ക്കാണ് എക്സാം, മൺഡേ ആണ്, കുഴപ്പമില്ല, നമുക്ക് ഫ്രൈഡേ മുതൽ വേണം പഠിക്കാം. പക്ഷേ അടുത്ത എക്സാം നിങ്ങൾ നോക്കി വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കുഴപ്പമില്ല, പഠിക്കേണ്ടെന്ന് വിചാരിക്കാം. ഹിന്ദി ഉണ്ട്, അപ്പോൾ ഉച്ചയ്ക്ക് ഹിന്ദിയാണ്, അപ്പോൾ ഹിന്ദി മാത്രമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് അര ദിവസം കിട്ടുന്നുള്ളൂ. കാരണം ഉച്ചയ്ക്ക് നിങ്ങൾ ലാംഗ്വേജ് എഴുതി വന്നിട്ട് അര ദിവസം കിട്ടുന്നുള്ളൂ, അര ദിവസം പോലും ഉണ്ടാവില്ല. അല്ലെ, വൈകുന്നേരത്തിൽ മണി ക്ഷീണിച്ച് വന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും രാത്രിയോ, അപ്പോൾ ആ സമയം മതിയാവില്ല ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹിന്ദിയുടെ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം അതിന് മുൻപുള്ള തേഴ്സ്ഡേ മുതൽ വല്ലതും തുടങ്ങുക. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ കൂടുതൽ ഹിന്ദിയുടെ ചാപ്റ്റേഴ്സും പോയംസും എങ്കിലും പഠിച്ചു വെക്കുക. എന്നിട്ട് സാറ്റർഡേ സൺഡേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലാംഗ്വേജിന് വേണ്ടി പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസും റിവിഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് വേണം നോക്കാം. പക്ഷെ അതും കുറച്ച് നേരത്തെ നോക്കി വെക്കുകയാണ് നല്ലതായിരിക്കും. അതാണ് ഹിന്ദിയുടെ പ്രശ്നം. സോഷ്യലിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ നോക്ക്, സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് നിങ്ങൾ സോഷ്യൽ പോയി എഴുതണം. അപ്പോൾ ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് എഴുതി ക്ഷീണിച്ച് വന്നു കഴിഞ്ഞിട്ട് എത്ര പഠിക്കാൻ പറ്റും? സോഷ്യലിലാണ് കുറേ ചാപ്റ്റർ ഉണ്ട്, കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ എക്സാമിൻ്റെ തലേന്ന് പഠിക്കൽ പോസിബിൾ ആയിരിക്കില്ല. മിനിമം ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നേരത്തെ തന്നെ വായിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഡെഫിനിഷൻസും ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതും നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കണം. ബാക്കിയുള്ള റിവിഷനും കാര്യങ്ങളും നമുക്ക് എക്സാമിൻ്റെ തലേന്ന് ചെയ്യാം, പക്ഷേ നേരത്തെ ഒരാഴ്ച മുൻപെങ്കിലും പഠിച്ചു വെക്കണം. ഇംഗ്ലീഷിൻ്റെ കാര്യം സെയിം അവസ്ഥയാണ്. സോഷ്യൽ കഴിഞ്ഞു അതേപോലെ തന്നെ അടുത്ത ദിവസം എന്താണ്, ഇംഗ്ലീഷ് വരികയാണ്. അപ്പോൾ ഇംഗ്ലീഷും ചാപ്റ്റേഴ്സും പോയംസും എങ്ങനെ നേരത്തെ പഠിച്ചു വെച്ചാൽ മതി. ഡിസ്കോഴ്സും അതിൻ്റെ ഫോർമാറ്റും ഗ്രാമറും ഒക്കെ നമുക്ക് എക്സാമിൻ്റെ തലേന്നാണെങ്കിലും പഠിക്കാം. രാവിലെയും പഠിക്കാൻ സമയമുണ്ട്, പക്ഷേ എന്തിനു സമയമില്ല, ചാപ്റ്റർ വായിച്ചു പഠിക്കാനും പോയം വായിച്ചു പഠിക്കാനും സമയമില്ല. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലെ ക്ലാസ്സൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ച് സെറ്റാക്കി വെക്കുക. ബേസിക് സയൻസിന് സെയിം സ്ഥിതിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കാണ്, ഞാനിപ്പോൾ 8ാം ക്ലാസ്സിന് 9ൻ്റെയും 10ൻ്റെയും +1 +2ൻ്റെ വരെ വീഡിയോസ് എടുത്തു കഴിഞ്ഞു. ഇതേപോലെ ഇത്രയും ടഫായിട്ടുള്ള ടൈം ടേബിൾ 7ാം ക്ലാസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉള്ളവർക്ക് ഇതിനേക്കാൾ എളുപ്പമാണ്. ഓക്കെ, പക്ഷെ അത് നമ്മളെ തളർത്തരുത്, അതൊരു ചാലഞ്ചായിട്ട് എടുക്കുക. ടൈം ടേബിൾ എന്തായാലും നമ്മൾ നേരത്തെ അല്ല തന്നെ പഠിക്കണം. അവസാനത്തെ റിവിഷൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ചാലഞ്ചായിട്ട് എടുക്കുക. ലൈഫിൽ ഇതിലും വലിയ ചാലഞ്ച് ഇനി വരാൻ പോകുന്നതാണ്. ഇതുപോലത്തെ ചാലഞ്ചൊക്കെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്താണ്ടല്ലോ ലൈഫിന് സിമ്പിളായിരിക്കും. മനസ്സിലല്ലേ? എല്ലാത്തിനും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് ജീവിതകാലം മൊത്തം എല്ലാത്തിനും കുറ്റം പറയാനുണ്ടാവുള്ളൂ, ഒന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ചാലഞ്ചായിട്ട് എടുക്കുക. അപ്പോൾ ബേസിക് സയൻസ് ഉണ്ട്, നേരത്തെ പഠിക്കുകയും അതാണ് ചാലഞ്ച്. നേരത്തെ പഠിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ എക്സാമിൻ്റെ രാവിലേക്ക് സമയമുണ്ട്, സമയമില്ല എന്നല്ല, സമയമുണ്ട്, പക്ഷേ നേരത്തെ ചെയ്ത് വെച്ചാൽ സമാധാനമായിട്ട് പോയി എഴുതാം. മറ്റേത് ടെൻഷൻ പിടിച്ച് എഴുതേണ്ടി വരും. മാത്സും ലാംഗ്വേജും കുഴപ്പമില്ല, കാരണം ഫ്രൈഡേയും വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ് പഠിച്ചു തുടങ്ങാം. ലാംഗ്വേജിന് പിന്നെ അത്ര സമയം മതി, ധാരാളമാണ്. അപ്പോൾ ഈ ഒരു 4 സബ്ജക്ട്സ് ഒന്നും നേരത്തെ നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഈ ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കണം. നമ്മുടെ 7ാം ക്ലാസ് ബാച്ചിൽ സൂപ്പർ ലൈവ് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ പരീക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലൊന്നും ഇതുവരെ അഡ്മിഷൻ എടുത്തില്ല, ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അടിപൊളി ക്ലാസ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്തിട്ട് ആപ്പിലെ പ്രീവിയസ് ലൈവ് ക്ലാസ് ഒക്കെ ഇരുന്ന് കുത്തിരുന്ന് പഠിക്കുക, അതിൽ ചോദ്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാം നമുക്ക് പൊളിക്കാൻ പറ്റും. പിന്നെ എക്സാമിനറിൻ്റെ അവസാനത്തെ നിമിഷത്തെ മാരത്തോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും യൂട്യൂബിൽ, അതും കൂടി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. എക്സാമിനറിൻ്റെ മക്കൾ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം തകർത്തിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. അലക്സ് സാറാണ് എക്സാമിനറിൽ നിന്ന്. ബൈ.